ഞങ്ങൾ നിങ്ങൾക്കായിട്ടൊരു ആപ്പ് ഒരുക്കിയിട്ടുണ്ട്. 250-ൽ പരം തിയറി വീഡിയോസ്, 2000-ന് മുകളിൽ MCQ ഡിസ്കഷൻസ്, ഇതിൻ്റെ എല്ലാം PDF നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് മഞ്ജുളാസ് നഴ്സസ് ലേണിംഗ് ആപ്പ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നു. അതും ഒരു മോഡറേറ്റ് റേറ്റ് ഓഫ് 5,999, that too for 6 months. Right? So begin studying today itself and stay tuned for more MCQ discussions in such videos. So let us see one MCQ today. A patient with a history of chronic obstructive pulmonary disease presents with edema, weight gain, jugular vein distension. Diagnosis is right-sided heart failure. Which of the following interventions should the nurse prioritize? Keyword endanu ivide prioritize. Okay, administer prescribed diuretics to reduce fluid overload. Encourage the patient to increase fluid intake to maintain hydration. Monitor oxygen saturation and administer supplemental oxygen as prescribed. Educate the patient about a low sodium diet to prevent fluid retention. എന്താണ് ഉത്തരം? കിട്ടിയോ? Answer is administer prescribed diuretics to reduce fluid overload. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം റൈറ്റ് സൈഡ് പമ്പ് ചെയ്യുന്നില്ല എഫിഷ്യൻ്റ്ലി, ഇറ്റ് ഇസ് നോട്ട് എംറ്റിങ് കംപ്ലീറ്റ്ലി. സോ ദർ ഇസ് എ ബാക്ക് ഫ്ലോ ആൻഡ് കൺജഷൻ ഇൻ ദ വീനസ് ഏരിയ. സോ സിസ്റ്റമിക് വീനസ് കൺജഷൻ ഉണ്ടാക്കുന്നു. അത് കാരണമാണ് പെരിഫറൽ എഡീമ, അസൈറ്റിസ്, ഇവിടെ ജുഗുലർ വെയിൻ ഡിസ്റ്റൻഷൻ ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ പ്രയോറിറ്റി ഈസ് വാട്ട്? ഇവിടെ വെള്ളം ഫ്ലൂയിഡ് റിട്ടേൺ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പം വി ഹാവ് ടു റെഡ്യൂസ് ദ ഫ്ലൂയിഡ് ഓവർലോഡ്. ഹൗ ഡു യു ഡു ദാറ്റ്? ഗിവ് ഡയോറെറ്റിക്സ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ അസോസിയേറ്റഡ് സിംറ്റംസ്. റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ പേൾസ് നമുക്കൊന്ന് നോക്കാം. റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? പെരിഫറൽ എഡീമ, അസൈറ്റിസ്, ഹെപ്പാറ്റോമെഗാലി, ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ ആൻഡ് വെയിറ്റ് ഗെയിൻ. ദീസ് ആർ ദ ക്ലാസിക് സൈൻസ്. ആൻഡ് വാട്ട് ആർ ദ കോമൺ കോസസ്? Right-sided heart failure is seen secondary to left-sided heart failure or chronic lung diseases like COPD. അതിന് കോർ പൾമിനൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഈ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കേസിന് ആക്ച്വലി കോർ പൾമിനൽ എന്ന് പറയാം. ബിക്കോസ് COPD പോലുള്ള ലങ് കണ്ടീഷൻസിൽ വരുന്ന റൈറ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിനെയാണ് കോർ പൾമിനൽ എന്ന് പറയുന്നത്. So what are the management methods? Focus on relieving the symptoms by giving diuretics for fluid overload, and also whatever is the underlying cause, you have to address it. And lifestyle modifications are important. Teach the patient about sodium restriction, daily weight monitoring, and also any signs of worsening heart failure. So that's all for today, and for more such videos, stay tuned, subscribe to our channel, like, share and comment. Thank you.